ഓം ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മളിവിടെ വിശദീകരിക്കാൻ പോണത് വഴിപാടുകളുടെ ഫലങ്ങൾ, അതുപോലെ പ്രാർത്ഥനാ ഫലങ്ങൾ. എന്താ വഴിപാട്, അതിൻ്റെ ഫലങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ, അതുപോലെ പ്രാർത്ഥനാ ഫലങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ പ്രതികരിക്കാൻ പോകുന്നത്. നമ്മുടെ ഉന്നതിക്കും അഭീഷ്ടസിദ്ധിക്കും വേണ്ടി ഭഗവാന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്ന ഉപഹാരമാണ് വഴിപാട്. മനസ്സിലായില്ലേ? നമ്മുടെ ഉന്നതിക്കും അഭീഷ്ടസിദ്ധിക്കും വേണ്ടി ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്ന ഉപഹാരമാണ് വഴിപാടെന്ന് പറയുന്നത്. ഇനി വഴിപാട് എന്നതിൻ്റെ അർത്ഥം ആരാധന എന്നാണെന്നും ഈശ്വര സന്നിധിയിൽ വച്ച് ചെയ്യുന്ന ത്യാഗമാണെന്നും വിശ്വസിക്കുന്നു. അതാണ് ഈ നമ്മുടെ വഴിപാടിൻ്റെ അർത്ഥം. വഴിപാട് അതുപോലെ പൂജയുടെ ഒരു ഭാഗമാണ്. ഈ വഴിപാട് പൂജയുടെ ഒരു ഭാഗം തന്നെയാണ് വഴിപാട്. ഭക്തനെ പൂജയിൽ ഭാഗികമായോ പൂർണ്ണമായോ ഭാഗമാക്കി തീർക്കുന്ന ഒരു സംവിധാനമാണ് ഈ വഴിപാട് എന്ന് പറഞ്ഞത്. അതിൻ്റെ ഉള്ളൊരു ഉപാധിയാണ് വഴിപാട്. ഭാഗികമായോ പൂർണ്ണമായോ ഭക്തനെ കൂടി ഈ പൂജാവിധിയിൽ നമ്മൾ ഭാഗവാക്കാക്കുന്ന ഒരു ഉപാധിയാണ് ഈ വഴിപാടെന്ന് പറയുന്നത്. അതുപോലെ മനസ്സ് ദേവനിൽ തന്നെ കേന്ദ്രീകരിച്ച് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്ന വഴിപാടുകൾ പൂർണ്ണ ഫലം നൽകും. മനസ്സിലായില്ലേ? അത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ എന്നിട്ട് വഴിപാടുകൾ നടത്തി അത് പൂർണ്ണ ഫലം തരുന്നുള്ളതിന് യാതൊരു സംശയമില്ല. വെറുതെ പ്രാർത്ഥിക്കുന്നതിൻ്റെ 10 ഇരട്ടി ഫലമാണ് വഴിപാട് നടത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായില്ലേ? വെറുതെ ഒരു പുഷ്പാഞ്ജലിയെങ്കിലും നടത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ സാധാരണ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടി ഫലം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ക്ഷേത്രവിധികളനുസരിച്ച് പൂജകൾ നടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഒരു മണ്ഡലകാലം, അതായത് 41 ദിവസം അല്ലെങ്കിൽ 21 ദിവസം ഒരേ സമയം നിങ്ങൾ ചെന്ന് പ്രാർത്ഥിച്ചാൽ അഭീഷ്ട കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണോ അത് നടക്കുന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇനി അത് അനുഭവത്തിൽ വരും. നിങ്ങൾ എന്തിനു വിചാരിച്ച് പ്രാർത്ഥിച്ചോ അത് അനുഭവത്തിൽ വരും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ ക്ഷേത്രത്തിൽ ദേവനിൽ നിന്ന് പ്രസരിക്കുന്ന പോസിറ്റീവ് എനർജി, ഈ പൂജകളും മന്ത്രങ്ങളും കാര്യങ്ങളും കൊണ്ട് ദേവനിൽ നിന്ന് പോസിറ്റീവ് എനർജി വരും. ആ പോസിറ്റീവ് എനർജി ഭക്തനിൽ, നിങ്ങൾ ഈ ഇത്രയും ദിവസം ഇന്ന കാര്യത്തിന് വേണ്ടി തൊഴുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ പോസിറ്റീവ് എനർജി കിട്ടും. ആ എനർജി കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ എന്തിനു വേണ്ടി ആഗ്രഹിച്ചോ അത് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് ചിന്താഗതി നിങ്ങളുടെ ഉള്ളിൽ വരും. അങ്ങനെ നിങ്ങൾ അത് ചെയ്യും. ഇപ്പോൾ ജോലിക്ക് വേണ്ടി ആണ് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടി പലരോടും പറയുകയും അല്ലെങ്കിൽ അപേക്ഷിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അത് ഈ പ്രാർത്ഥന ഇതും എല്ലാം കൂടി അയക്കുമ്പോൾ അത് ക്ലിക്കാവും. അതാണ് ഈ പ്രാർത്ഥനയുടെ ഫലങ്ങൾ വന്നു ചേർന്ന ശാസ്ത്രീയ വശം. അതാണ് പ്രാർത്ഥന കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ വരുന്നതിൻ്റെ ശാസ്ത്രീയ വശമാണിത്. ഈ പോസിറ്റീവ് എനർജിയാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. ഇനി സാധാരണ വഴിപാടുകൾ പൊതുവെ നടത്തുന്ന വഴിപാടുകൾ 6 ഭാഗമായിട്ട് തിരിച്ചേക്കണം. വഴിപാടുകളിനെ അത് അർച്ചന, അഭിഷേകം, ചന്ദനം ചാർത്തൽ, നിവേദ്യം, വിളക്ക്, പിന്നെ മറ്റുള്ളവെന്ന് പറഞ്ഞാൽ പറ നിറയ്ക്കല്, അതുപോലെ തന്നെ വിളക്ക് നിറമാല, പിന്നെ തുലാഭാരം, ധാര, അങ്ങനെ തുടങ്ങി നിരവധി വഴിപാടുണ്ട്. ആ വഴിപാടുകൾക്ക് ഓരോ ദേവതകൾക്കും വേറെ വേറെ വഴിപാടുകളാണ്. അപ്പം അതിൻ്റെ വിശദമായ വിവരങ്ങൾ അടുത്ത
എപ്പിസോഡിൽ നമുക്ക് എന്തൊക്കെ വഴിപാട് ഓരോ ദേവനും പരമശിവന് എന്തൊക്കെ വഴിപാട് എന്തൊക്കെ അർച്ചന അതിൻ്റെ ഫലം എന്താ അങ്ങനെയുള്ളത് അടുത്ത എപ്പിസോഡ് മുതൽ നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ കാണാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.